നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് ഓണച്ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്തതായി നടക്കുന്നത് ഓണം ക്യൂസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏത്? ചോദ്യം ഒന്നും കൂടി: കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏത്? ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓണമാണ് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം. അടുത്ത ചോദ്യം: ഓണപ്പൂവ് എന്ന് വിശേഷമുള്ള പൂവ് ഏത്? ഏതാണ്? കാശിത്തുമ്പ. തുമ്പൊക്കെ പറയുമല്ലേ, വെള്ള നിറമുള്ള പൂവ്. ഓണപ്പൂവ് കാശിത്തുമ്പ. ചിങ്ങം 1 ഏത് ദിനമായാണ് ആചരിക്കുന്നത്? എല്ലാവർക്കും അറിയാം. ഏത് ദിനം ചിങ്ങം 1? കർഷക ദിനം. ചിങ്ങം 1 കർഷക ദിനം. ഓണാഘോഷം തുടങ്ങുന്നത് ഏത് നാൾ മുതലാണ്? ഏത് നാൾ മുതലാണ്? ചിങ്ങം മാസത്തിലെ അത്തം നാൾ മുതൽ. അത്തം മുതൽ അല്ലേ? ഓണാഘോഷം തുടങ്ങുന്നത് ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ. അടുത്തത്: ഓണത്തെപ്പറ്റി പരാമർശമുള്ള വേദം. കുറേ വേദമില്ലേ, അതിലേതാ ഓണത്തെക്കുറിച്ച് പരാമർശമുള്ളതെന്ന്? ഉത്തരം ഏതാണ്? ഋഗ്വേദം. ഓണത്തെപ്പറ്റി പരാമർശമുള്ള വേദമാണ് ഋഗ്വേദം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഓണപ്പാട്ടുകൾ എന്ന കവിത ആരുടേതാണ്? ഓണപ്പാട്ടുകൾ എന്ന കവിത ആരുടേതാണ്? വയലോപ്പിള്ളി. വയലോപ്പിള്ളിയുടേതാണ്. അടുത്തത്: ഓണക്കേറാമൂല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത്? നമുക്ക് കേട്ടിട്ടുണ്ട് ഓണ കേറാമൂല അല്ലെ? ഓണം കേറാമൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുഗ്രാമം. ഒന്നുമില്ലാത്തൊരു നാടിനെ പറയൂലേ, കുഗ്രാമം. അപ്പോൾ ഓണം കേറാമൂല എന്ന് വെച്ചാൽ കുഗ്രാമം. കുഗ്രാമത്തെയാണ് ഓണം കേറാമൂല എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണെന്നറിയാം. അത് ഏത് വർഷമാണ് പ്രഖ്യാപിച്ചത്? ഓണം ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം ഏത് വർഷമാണ്? 1961. 1961. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.